ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ശ്വാസത്തെക്കുറിച്ച് അറിയാതെ എല്ലാവരും ഈ പറയുന്ന യൂട്യൂബെല്ലാം കണ്ടിട്ട് വളരെ പെട്ടെന്ന് ധ്യാനിക്കാൻ വേണ്ടി ഇരിക്കുക, എന്നിട്ട് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിലിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ധനികനാകണം, ഞാൻ സങ്കല്പിച്ചുകൊണ്ടിരുന്ന ധനികനാകില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും യൂട്യൂബ് വഴിയൊക്കെ ഇപ്പോൾ നിറയെ ഈ പറയുന്നത് പോലെ ഇത്തരം പ്രാക്ടീസുകളൊക്കെ വരുന്നുണ്ട്. ആൾക്കാർ വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ പലതിലേക്കും പോകുന്നുണ്ട്. നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ശ്വാസത്തെ അറിയാനും അതിനെ നിയന്ത്രിക്കാനുമാണ് ശരയോഗ തത്വം മുന്നോട്ട് പറയുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുകയാണ് ശരിക്കും സയൻസ് ഓഫ് ബ്രീത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്വാസം യഥാർത്ഥത്തിൽ ശരയോഗ സിദ്ധാന്തം പറയുന്ന ശ്വാസം ഓരോ നാഡിയിലേക്കും ഓരോ മെറിഡിയനിലേക്കും കടന്നു പോകുമ്പോൾ ശരിക്കും ഈ ഹോർമോണൽ ബാലൻസ് ആണ് ഈ പ്രാക്ടീസിലൂടെ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, ശരനൂൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ മേഖലയിൽ നിൽക്കുന്ന രാഹുൽ കാർത്തിക് സാറ്, അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യഗണങ്ങൾ, അവരുടെയൊക്കെ ഇൻ്റർവ്യൂ ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പോഴെല്ലാം അതിൽ സൂരജ്, ബിനീഷ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ വീഡിയോ നന്നായി ഓടി. അതിനിടയിൽ ഒരുപാട് കമൻറ്റുകൾ, അതായത് ആരാണ് ഗുരു. പക്ഷേ ഓൾറെഡി ഞങ്ങൾ ആ ഗുരുവിനെ ആദ്യമേ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ സ്ഥാപകനായ രാഹുൽ കാർത്തിക് സാറ്. അദ്ദേഹമാണ് ഈ ശരനൂൽ ശാസ്ത്രമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലാണ് ഇവരെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോഴും ആളുകൾ അതിനടിയിൽ കമൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് ഞങ്ങളും ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ കാർത്തിക് സാറ് നമ്മുടെ ഫ്ലോറിലുണ്ട്. അതിനു മുൻപ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റുകൾ, നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോൻ്റെ അടിയിൽ നല്ല കമൻറ്റുകൾ, അതായത് പോസിറ്റീവായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് ഞങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും വളരാനൊരു സഹായമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും രാഹുൽ സാറിൻ്റെ ശിഷ്യൻ ഗണങ്ങളുണ്ട്. ഒരുപാട് പേര് ഈ സയൻസ് ഓഫ് ബ്രീത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ എന്താണ് ശ്വാസം, തന്നെ അറിയുക എന്നുള്ളത്, അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരെ വേൾഡിൽ പല ഭാഗത്തുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ എപ്പോഴും അദ്ദേഹവുമായിട്ട് സംവദിക്കാറുണ്ട്. ഓൺലൈനിലാണ് കൂടുതലും അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഫ്ലോറിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സാറിന് നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ഒരു ഇൻട്രോ വളരെ ഗംഭീരമായി നീണ്ടുപോയി, എന്നാലും പ്രേക്ഷകർ ക്ഷമിക്കും. കാര്യം അവരുടെ ഒരു സംശയമായിരുന്നു, ആരാണ് രാഹുൽ കാർത്തിക്. പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്, നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ശൈശവ പ്രായമായ സമയത്ത് അങ്ങ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അന്ന് അതുകൊണ്ട് തന്നെ വലിയ റീച്ചിലേക്ക് ആദ്യത്തെ എപ്പിസോഡുകളൊന്നും പോയിട്ടില്ല. വളരെ ഗംഭീരമായ, എന്നാൽ എന്താണോ ഒരാൾക്ക് വേണ്ടത്, എന്താണോ ശരിക്കും ശ്വാസം എന്ന് പറയുന്ന വീഡിയോകൾ പലതും ഓടിയിട്ടില്ലായിരുന്നു. അത് നമ്മുടെ ആ ഒരു ശൈശവ പ്രായം ആയതുകൊണ്ടാണ്. അതിനുശേഷം ഗ്രാജുവലി വീഡിയോകളെല്ലാം ഓടിത്തുടങ്ങി. പിന്നെ അമിതാഭ് ബച്ചൻ്റെ വീഡിയോ മുതലാണെന്ന് തോന്നുന്നു നമ്മളെ ഒരു കയറ്റം. പക്ഷെ ഇന്നും സൂരജ് അങ്ങയുടെ ശിഷ്യനാണ്, വളരെ വേണ്ടപ്പെട്ട ശിഷ്യൻ. പിന്നെ ബിനീഷ്. അപ്പോൾ സൂരജായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റി. ആലപ്പുഴയിലായിരുന്നു അങ്ങയുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ സൂരജ് ഒരു അതുല്യ പ്രതിഭയായിട്ട് എനിക്ക് തോന്നി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കെല്ലാം നമ്മൾ പറയില്ലേ, വലിയൊരു കത്തിയുടെ മൂർച്ചയുണ്ടായിരുന്നു. ഭയങ്കര വിഷനാണ്, മുന്നോട്ട് എങ്ങനെ പോകണം, ഭയങ്കര വ്യക്തതയായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ക്ലാരിറ്റിയാണ് പല ആളുകൾക്ക് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുപാട് കമൻറ്റ് ചെയ്തു, ഗുരു ആരാണ്, എനിക്കും പഠിക്കണം, ആരാണ് ഗുരു. അതുകൊണ്ട് തന്നെയാണ് അങ്ങേ ഇന്ന് ഞങ്ങളുടെ ഫ്ലോറിലേക്ക് വിളിച്ചത്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് സയൻസ് ഓഫ് ബ്രീത്ത്, ശരനൂൽ ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ശരനൂൽ ശാസ്ത്രം ഇത്ര ജനകീയമാക്കാനും അല്ലെങ്കിൽ ഇത്രയും ശിഷ്യഗണങ്ങൾ ഉണ്ടാക്കാനും ഈ കുറഞ്ഞ കാലയളവിൽ അങ്ങേക്ക് പറ്റിയത്? നമസ്കാരം. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും യൂട്യൂബ് വഴിയൊക്കെ ഇപ്പോൾ നിറയെ ഈ പറയുന്നത് പോലെ ഇത്തരം പ്രാക്ടീസുകളൊക്കെ വരുന്നുണ്ട്.
നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസുകളുണ്ട്. ആൾക്കാർ വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ പലതിലേക്കും പോകുന്നുണ്ട്. ശരനൂൽ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശരയോഗ എന്ന് പറയുന്ന ഒരു മഹാവിദ്യയുടെ ഭാഗമാണ്. ശരയോഗയുടെ ഉത്ഭവവും ചരിത്രവും ഒന്നും പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും 64 കലകളിൽ ഒരു കലയാണ് ശരയോഗ എന്ന് പറയുന്നത്. ആ ശരയോഗയുടെ ഒരു ഭാഗമാണ് ശരനൂൽ ശാസ്ത്രം. മഹാദേവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതെന്നാണ് അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന ശ്വാസബോധത്തിൽ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ശ്വാസത്തെ അറിയാനും അതിനെ നിയന്ത്രിക്കാനുമാണ് ശരയോഗ തത്വം മുന്നോട്ട് പറയുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുകയാണ് ശരിക്കും സയൻസ് ഓഫ് ബ്രീത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂരജ് ഉൾപ്പെടെ ഒട്ടനവധി പേരിലേക്ക് ഈ ഒരു ആശയം, ഈ മഹത്തായ ഒരു ശ്വാസബോധം അവരിലേക്ക് എത്തിക്കാൻ എനിക്കൊരു നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഞാനും അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നമ്മളന്ന് ആലപ്പുഴ ക്ലാസ്സിനൊക്കെ പോയപ്പം വ്യത്യസ്ത പ്രായക്കാരാണ്. എനിക്ക് തോന്നുന്നു അങ്ങേക്കാട്ടിയും പ്രായം ചെന്നവർ പോലും ശിഷ്യന്മാരായി ഉണ്ട്. അപ്പം എനിക്കും ഒരു സാധാരണ അങ്ങനെ ഇപ്പോഴുള്ളൊരു മോഡേൺ ലൈഫിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അങ്ങയുടെ എനിക്ക് ഒരു 70-60 വയസ്സ് പ്രായമുള്ള നല്ല പ്രായമുള്ള ആളുകൾ ശിഷ്യന്മാരായിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ? തീർച്ചയായും എന്നെക്കാൾ പ്രായത്തിനും. തീർച്ചയായും. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ നമ്മുടെ ശരയോഗയുടെ ഒരു സെഷനിൽ പങ്കെടുത്ത ഒരു സാറ്, അദ്ദേഹം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒട്ടനവധി പ്രാക്ടീസുകൾ, സ്പിരിച്വലായിട്ടുള്ള ഒട്ടനവധി മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ, വളരെ അഡ്വാൻസ് ലെവലിലുള്ള പ്രാക്ടീസുകൾ, വിപാസന പോലുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാറാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മുടെ സെഷനിൽ ശരയോഗയുടെ സെഷനിൽ പങ്കെടുക്കാനെത്തി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ആദ്യമായിട്ട് ഈ പ്രാക്ടീസുകളിലേക്ക്, ഈ മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്ക്, സ്പിരിച്വൽ പ്രാക്ടീസുകളിലേക്ക് വരുന്നത് 1982-ലാണ്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ജനിച്ചത് 1984-ലാണ്. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഈ വിദ്യ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗുരുപരമ്പരകളുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാര്യം തന്നെക്കാൾ മുതിർന്ന ആളുകൾക്ക് ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അങ്ങേക്കാട്ടും ഒരുപാട് പ്രായത്തിന് ഇളയ ആളുകളും ഉണ്ട്, ചെറുപ്പക്കാർ വരെയുണ്ട്, സൂരജിനെ പോലെയുള്ള. പിന്നെ അതുപോലെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത ഒരുപാട് പേരുണ്ട്. പലർക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി അവരൊക്കെ ഗംഭീരമായി ക്ലാസ്സുകൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പം അവരൊക്കെ പറഞ്ഞ് കേട്ടത്, ഞാൻ ശരയോഗ പഠിച്ചു, എനിക്ക് അതിൽ എൻ്റെ ജീവിതത്തിന് മറ്റൊരു ലെവലിലേക്ക് ഞാൻ പോയി. എനിക്ക് സൂരജ് പറഞ്ഞതാണ്, ഭയങ്കര ക്വാളിറ്റിയായി, എനിക്ക് പെട്ടെന്ന് എന്തിനേയും നേരിടാനുള്ളൊരു കെൽപ്പ് വന്നു. അതുപോലെ തന്നെ ബിനീഷ് പുള്ളി സംസാരിച്ച് തുടങ്ങിയപ്പോൾ വളരെ ശാന്തനായി തുടങ്ങി. രണ്ടാമത്തെ എപ്പിസോഡ് എത്തിയപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് വേറെ ലെവലിലേക്ക് പോയി. അപ്പോൾ ഞാൻ കാണുമ്പോൾ അവർ ഒന്നും അല്ല എന്ന് തോന്നും. പക്ഷേ അവരുടെ ഈ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ലെവലിൽ പോകും. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നതുകൊണ്ട് ഗുണമുണ്ടായി. അതുപോലെ തന്നെ 1-2 ശിക്ഷകണങ്ങളുമായിട്ട് അല്ലാതെ പേഴ്സണലി ഞാൻ സംസാരിച്ചു. ഇത് പ്രകടമായ മാറ്റം എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പം നമുക്ക് ചിലപ്പോൾ കണ്ണിന് അനുഭവവേദ്യമല്ല, സാധാരണ എന്നെ പോലുള്ള ഒരാൾക്ക് അവർ പറയുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവരൊരു മാനസിക തലത്തിൽ നമ്മൾ പറയില്ലേ, മാനസിക വിഭ്രാന്തി കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻ്റെ പുറത്ത് പറയണതാണോ എന്നൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് കിട്ടി, എനിക്ക് ഇന്ന് ഞാൻ വിചാരിച്ചപ്പോൾ 1000 രൂപ കിട്ടി, എനിക്ക് 1 ലക്ഷം കിട്ടി എന്ന് പറയുന്ന ചില ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇത് എത്രത്തോളം അതിന് ശ്രദ്ധിക്കൂ. നമ്മൾ സാധാരണ എല്ലാ മെഡിറ്റേഷൻ പ്രാക്ടീസുകളും, ഒട്ടുമിക്ക മെഡിറ്റേഷൻ പ്രാക്ടീസുകളും മാനസിക തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. മാനസിക തലത്തിൽ സങ്കല്പത്തിലാണ് പ്രവർത്തിക്കുന്നത്. സങ്കല്പിക്കാനാണ് കൂടുതൽ മെഡിറ്റേഷൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരയോഗയിലേക്ക് വരുമ്പോൾ സങ്കല്പങ്ങൾക്ക് അടിസ്ഥാനമില്ല. ശരയോഗ എന്ന് പറയുമ്പോൾ ശ്വാസം കടന്നു പോകുന്ന നാഡികൾ, അതിനെ ശരയോഗ സിദ്ധാന്ത പ്രകാരം, ശരനൂൽ ശാസ്ത്രപ്രകാരം ഇടശരം, വലശരം, സുഷുമ്ന എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3 ശരങ്ങളായിട്ടാണ് പറയുന്നത്. ഇത് 3 മെറിഡിയൻസാണ്. ലെഫ്റ്റ് മെറിഡിയൻ, റൈറ്റ് മെറിഡിയൻ, സെൻട്രൽ മെറിഡിയൻ. ഇതിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പ്രാണൻ, നമ്മുടെ ശ്വാസം ഈ 3 മെറിഡിയൻസിലൂടെയും മാറി മാറി കടന്നു പോകുന്നുണ്ട്. ഇത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ നമ്മുടെ ശ്വാസം
ഏത് മെറിഡിയനിലാണോ, ഏത് നാഡിയിലാണോ നിൽക്കുന്നത്, ഇടശരത്തിലാണോ, വലശരത്തിലാണോ, സുഷുമ്നയിലാണോ, ഏത് ശരത്തിലാണോ നിൽക്കുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ. അത് നമ്മുടെ ഹെൽത്തായാലും വെൽത്തായാലും റിലേഷൻഷിപ്പ് ആയാലും, ആരോഗ്യവും സമ്പത്തും ബന്ധങ്ങളും കുടുംബവും എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശ്വാസം ഏത് മെറിഡിയനിൽ നിൽക്കുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും നമ്മൾ ഈ പറയുന്ന ന്യൂറോ സയൻസ് എന്നോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നോ അതൊക്കെ പറയാറുണ്ട്. ബ്രെയിനിനെ കുറിച്ചുള്ള പഠനവും അതുപോലെ നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമൊക്കെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ. അതിൽ തന്നെ അവർ പറയുന്നുണ്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, CNS സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഓരോന്നിലും ഓരോ ഹോർമോണിൻ്റെ സ്വാധീനമുണ്ട്. ഡൊപ്പാമിൻ ഉണ്ട്, സെറട്ടോണിൻ ഉണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ട്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് ആണ് പലപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതും സന്തോഷം ഇല്ലാണ്ടാക്കുന്നതും, നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതും നമ്മൾ അലസന്മാരായിട്ടിരിക്കുന്നതും ഈ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്, അല്ലേ? റിലാക്സേഷൻ ഹോർമോണാണ് സെറട്ടോണിൻ, ഹാപ്പിനെസ് ഹോർമോണാണ് ഓക്സിറ്റോസിൻ, ഈ നമ്മളെ ഓണാക്കി നിർത്തുന്ന ഒരു ഹോർമോണാണ് ഡൊപ്പാമിൻ. അപ്പോൾ ഇത് ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇപ്രകാരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥയിൽ പ്രകാരം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ശ്വാസം യഥാർത്ഥത്തിൽ ശരയോഗ സിദ്ധാന്തം പറയുന്ന ശ്വാസം ഓരോ നാഡിയിലേക്കും ഓരോ മെറിഡിയനിലേക്കും കടന്നു പോകുമ്പോൾ ശരിക്കും ഈ ഹോർമോണൽ ബാലൻസ് ആണ് ഈ പ്രാക്ടീസിലൂടെ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോർമോണൽ ബാലൻസ് ശരിയായ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മാനസികാവസ്ഥയും നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കുകയും തന്മൂലം നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിസ്ഥലത്തും ഒക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുമൂലം നമ്മുടെ സാമ്പത്തികവും നമ്മുടെ മറ്റ് സാമൂഹ്യ അന്തരീക്ഷങ്ങളും എല്ലാം മെച്ചപ്പെടും. അതാണ്, ഇതിലും വേറെ മാജിക്കൊന്നുമില്ല ഇതിനകത്ത്. എനിക്ക് മറ്റൊരു സംശയം, ഈ ഹോർമോണിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സാധാരണ ഈ ആ ശാസ്ത്ര മേഖലയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, അവരാണ് കൂടുതൽ ഇത്തരം ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം അങ്ങ് ഒരു സാധാരണപ്പെട്ട ഒരാളാണ്, അങ്ങക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോർമോൺ വ്യതിയാനം ഈ ശരനൂല് പഠിപ്പിച്ചതുണ്ടോ അല്ലെങ്കിൽ പഠിക്കുന്നതുണ്ടോ, അങ്ങ് റിസർച്ചിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചതാണോ? ഇത് എങ്ങനെയാണത് അങ്ങ് അറിയുന്നത്? ഈ ഹോർമോൺ വ്യത്യാസം ഉണ്ട്, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായി എന്തെങ്കിലും ഏതെങ്കിലും ലാബിൽ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ? ശരയോഗയെക്കുറിച്ച്, ബ്രീത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ലോകത്താകമാനം ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അത് പാശ്ചാത്യ രാജ്യങ്ങളിലായാലും ഭാരതത്തിലായാലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് അറിവുള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രാഥമികമായിട്ടുള്ള ഒരു ഹോർമോൺ എന്താണ്, ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുണ്ട്. ഇത് ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശരിക്കും ശരയോഗ ബ്രീത്തിങ് പ്രാക്ടീസിലേക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ബ്രീത്തിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളതിനെ കണക്ട് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തെ റിസർച്ചിൻ്റെയും ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ ഒരു മേഖലയിലേക്ക് നിൽക്കുന്നത്. ഒരുപാട് പേര് അങ്ങേ വിശ്വസിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. നാളെ എൻ്റെ ജീവിതം ഒന്ന് മാറണം, എൻ്റെ സാമ്പത്തിക നില മാറണം. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്. ഒരു ഡെയിലി വേജസ് പോകുന്ന ആളുടെയും സ്വപ്നമതിയാണ്, എനിക്ക് വീട് വയ്ക്കണം, എൻ്റെ മക്കളെ കെട്ടിച്ച് വിടണം, സന്തോഷകരമായി ജീവിക്കണം. അതിനൊക്കെ എത്രത്തോളം ഈ ബ്രീത്തിങ് പ്രാക്ടീസും ഉണ്ട് ലൈഫിനൊരു ചേഞ്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇതിപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് റൈറ്റ് മെറിഡിയൻ എന്നൊക്കെ പറയുന്നു. എന്നെ പോലൊരാൾ സാധാരണ നോക്കിയാൽ ഓക്കെ ഇപ്പുറത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു അറിവില്ലായ്മയാണ്. അപ്പം അത് അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ഞാൻ ക്രിട്ടിസൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അതെങ്ങനെയാണത്? സാധാരണ ഇപ്പോൾ ശരയോഗ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്കല്ല. യോഗ കുറച്ചും കൂടി എല്ലാവർക്കും പറഞ്ഞാൽ അറിയാം, ഫെമിലിയർ ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആയി ഒരുപാട് രാജ്യങ്ങളിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യോഗയിലേക്ക് പോകുമ്പോൾ യോഗ തന്നെ പ്രവർത്തിക്കുന്നത് 8 ആസ്പെക്ട്സിലാണ്, അഷ്ടാംഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതിലവർ പറയുന്നു യമ, നിയമ, ആസന, പ്രാണായാമ, ധ്യാന. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്, പ്രത്യാഹാര ധാരണയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടും ഈ പറയുന്ന ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ, അതിലെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവർ പറയുന്നു പ്രാണായാമം കഴിഞ്ഞ് വേണം ധ്യാനിക്കാൻ. യോഗ പറയുന്നു പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് പ്രാക്ടീസ്. അത് യോഗയിലെ ഒരു ചെറിയ ഒരു പോർഷനാണ് ബ്രീത്തിങ് പ്രാക്ടീസ്. ആ പ്രാണായാമത്തിലൂടെ മാത്രമേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് ധ്യാനിക്കുന്നത്? മാനസികമായിട്ട് മനസ്സിനെ നിയന്ത്രിക്കാനാണ് ധ്യാനം.
അല്ലേ? അപ്പം മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അതിനു മുന്നേ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്ന് ഈ പറയുന്ന യോഗ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ശ്വാസത്തെക്കുറിച്ച് അറിയാതെ എല്ലാവരും ഈ പറയുന്ന യൂട്യൂബെല്ലാം കണ്ടിട്ട് വളരെ പെട്ടെന്ന് ധ്യാനിക്കാൻ വേണ്ടി ഇരിക്കുക, എന്നിട്ട് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിലിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് ധനികനാകണം, ഞാൻ സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ ധനികനാവില്ല. ഞാൻ പ്രവർത്തിച്ചാലേ ധനികനാവുള്ളൂ. എനിക്ക് ആ പ്രവർത്തന ശേഷി, എൻ്റെ പ്രവർത്തന ക്ഷമതയാണ് മെച്ചപ്പെടുത്തേണ്ടത്. ആ പ്രവർത്തന ക്ഷമത മെച്ചപ്പെടുത്തണമെങ്കിൽ എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള തലങ്ങളിൽ പരിവർത്തനം ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാകണം. ആ ആരോഗ്യമാണ് ഈ പറയുന്ന ശരയോഗയിലൂടെ സാധ്യമാകുന്നത്.